പ്രവാസികൾക്ക് 3 കഴിഞ്ഞു. നമുക്ക് 2 കഴിഞ്ഞ് 3ാമത്തെ നോമ്പിലാണ് നമ്മളുള്ളത്. പ്രവാസികൾ 4ാമത്തെ നോമ്പിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ സന്തോഷത്തോടെ സമാധാനത്തോടെ പരിശുദ്ധ റമളാൻ മുഴുവനും നോറ്റുവീട്ടുവാനും ധാരാളം ഹസനാത്തുകൾ വാരിക്കൂട്ടുവാനും നല്ലത് പറയാനും നല്ലത് ചെയ്യാനും നല്ലത് വാങ്ങാനും നല്ലത് കൊടുക്കാനും നല്ലവരുമായി ബന്ധപ്പെടുവാനും നല്ലവരോടുകൂടെ സഹവസിക്കാനും നല്ലവരായി നല്ല മനസ്സിന്റെ ഉടമകളായി ജീവിക്കാനും രാജാവായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പരിശുദ്ധമായ റമളാൻ, ഈ റമളാൻ വരുമ്പോൾ തന്നെ മുസ്ലിം സന്തോഷിക്കുകയാണ്. വലിയൊരു മുസ്ലിമും സന്തോഷിച്ചാൽ അവൻ വളരെ ആവേശകരമായി ആഹ്ലാദപൂർവം ആനന്ദപൂർവം പരിശുദ്ധ റമളാനിനെ വരവേറ്റാൽ അവന് നരകം ഹറാമാണ് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ മഹത്തായ റമളാൻ നമ്മളിലേക്ക് വന്നു. ഈ റമളാനിലെ ഓരോ ദിവസവും വലിയ പവിത്രതയുള്ള ദിവസമാണ്. ആദ്യത്തെ 10ലാണ് നമ്മൾ ഉള്ളത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, അവ്വലുഹു വഹുവ ശഹ്റുൻ അവ്വലുഹു റഹ്മ. ഈ ആദ്യത്തെ 10 ദിവസം 3 ഘട്ടങ്ങളായിട്ടാണ് റമളാനിനെ ഹബീബായ നബി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഓരോ ഘട്ടങ്ങളിലും ഓരോ പ്രത്യേകമായ ഓഫറുകളും പ്രത്യേകമായ സംവിധാനങ്ങളും വെച്ചുകൊണ്ടാണ് പരിശുദ്ധ റമളാൻ നമ്മളിലേക്ക് കടന്നു വരുന്നത്. ആദ്യത്തെ 10 റഹ്മത്തിന്റെ 10. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ കാരുണ്യമാണ്, കരുണ. ആ കരുണയുടെ, കാരുണ്യത്തിന്റെ, സ്നേഹത്തിന്റെ, വാത്സല്യത്തിന്റെ ആ 10ആണ് ആദ്യത്തെ 10. എന്തിനാണ് ഈ 10 ദിവസം റഹ്മത്തിന് അല്ലാഹു തആല തെരഞ്ഞെടുത്തത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തിനാണ് ഈ റഹ്മത്ത് തെരഞ്ഞെടുത്തത്? നിങ്ങൾ റഹ്മത്ത് എന്ന് പറയുന്നത് കാരുണ്യമാണ്. ഈ കാരുണ്യം നശിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഞാനും നിങ്ങളുമുള്ളത്, അല്ലേ? കരുണ വറ്റിക്കൊണ്ടിരിക്കുന്നു. കരുണയില്ലാത്ത മനുഷ്യർ, കരുണയില്ലാത്ത മനസ്സ്, കരുണയില്ലാത്ത കണ്ണ്, കരുണയില്ലാത്ത കൈ, കരുണയില്ലാത്ത കാല്, കരുണയില്ലാത്ത ചെവി, കരുണയില്ലാത്ത നാവ്, കരുണയില്ലാത്ത ശരീരം, എല്ലാ അവയവങ്ങൾക്കും അല്ലാഹു തആല കരുണ വെച്ചിട്ടുണ്ട്, റഹ്മത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്ക്, ഇതര ജീവികളെടുത്ത് പരിശോധിക്ക്. ഒരു കോഴി, പിടക്കോഴി, ആ കോഴി അതാ അടയിരുന്ന് കോഴിക്കുഞ്ഞുങ്ങളെ വിരിച്ച് ആ കോഴിക്കുഞ്ഞുങ്ങളുമായി പുറത്തേക്ക് ഇറങ്ങുമ്പോ കാക്കയോ പെരുന്തോ ഈ കോഴിക്കുഞ്ഞുങ്ങളെ കൊത്താനോ വലയം വെച്ച് പറക്കുകയോ ചെയ്താൽ പെട്ടെന്ന് ആ കോഴിയുടെ ചിറക് വിരിച്ച് ആ ചിറകിന്റെ ഉള്ളിലേക്ക് ആ കോഴിയെ, അതാ കോഴിക്കുഞ്ഞുങ്ങളെ മാറ്റുകയാണ്, ഒളിപ്പിച്ചു വെക്കുകയാണ്. എന്തിനാണ്? ഈ കോഴിക്ക് അല്ലാഹു തആല കോഴിക്കുഞ്ഞുങ്ങളോടുള്ള കരുണ, വാത്സല്യം, സ്നേഹം അല്ലാഹു മനസ്സിലിട്ടത് കൊണ്ടാണ്. അതല്ലാതെ ആ തള്ളക്കോഴി വിചാരിക്കുകയാണ്, എന്താ വിചാരിക്കണേ? ആ കോഴിക്കുഞ്ഞുങ്ങളെ കൊത്തിക്കൊണ്ടായിക്കോട്ടെ, എനിക്ക് 4 3 മതി എന്ന് വിചാരിച്ചാൽ അതാ ഓരോ കോഴിക്കുഞ്ഞുങ്ങളെയും പരുന്തോ കാക്കയോ കൊത്തിക്കൊണ്ടുപോയി കൊല ചെയ്യപ്പെടുകയില്ലേ? ഇതുപോലെ ഏത് വിഷയവും അങ്ങനെയാണ്. കുറെ കോഴികൾ അതാ വീട്ടിന്റെ കൂട് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ആ കോഴികൾ ആ ധാന്യങ്ങളോ ഇരകളോ സംഭരിച്ചു കൊത്തിത്തിന്നുകയാണെങ്കിൽ പെട്ടെന്ന് പരുന്തോ കുറുക്കനോ കീരിയോ ഏതെങ്കിലും ഒരു കോഴിയുടെ ദൃഷ്ടി
ഭിത്തിയിൽപ്പെട്ടാൽ ആ കോഴി ഒറ്റ കോടി മറിയുകയല്ല, ആ കോഴി അതാ വിളിക്കുകയാണ്, ശബ്ദമുണ്ടാക്കുകയാണ്, മെസ്സേജ് കൊടുക്കുകയാണ് മറ്റുള്ള കോഴികൾക്ക്. കരുണ, കാരുണ്യം, സ്നേഹം, വാത്സല്യം, ഇതല്ലേ ഇതര ജീവികളിൽ നിന്ന് നമുക്ക് പാഠമാകുന്നത്. മനുഷ്യനും ഇങ്ങനെ തന്നെ ആയിരുന്നു, മനുഷ്യനും ഇങ്ങനെ തന്നെ ആയിരുന്നു. നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ വർഷം ചൂരൽമലയില് ഉരുൾപൊട്ടലുണ്ടായപ്പോൾ നിരവധി ജീവനുകൾ മണ്ണിന്റെ അടിയിൽപ്പെട്ടപ്പോൾ അവിടെ രാഷ്ട്രീയം നോക്കിയില്ല, ഗ്രൂപ്പ് നോക്കിയില്ല, മതം നോക്കിയില്ല, ജാതി നോക്കിയില്ല, ചെറിയവനോ വലിയവനോ ഒന്നും നോക്കാതെ അവരെ രക്ഷിക്കാനും അവരുടെ മയ്യത്തുകൾ, അവരുടെ ശരീരങ്ങൾ മണ്ണിന്റെ അടിയിൽ നിന്ന് വാരിയെടുക്കാനും സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങൾ നടത്തുവാനും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നെങ്കിൽ അതാണ് വാത്സല്യം, അതാണ് കരുണ, അതാണ് സ്നേഹം എന്ന് നാം മനസ്സിലാക്കണം. ഈ കരുണ നൽകേണ്ടത് അല്ലാഹുവാണ്, ദൈവമാണ്. മനുഷ്യന്റെ മനസ്സിലേക്ക് കരുണ, വാത്സല്യം, സ്നേഹം, ആ കരുണയും സ്നേഹവും റബ്ബ് തരണം, റബ്ബ് ഇട്ടു തരണം. പ്രസവിച്ച ഉമ്മ അല്ലെങ്കിൽ അമ്മ, ആ അമ്മയുടെ മാറിടത്തിൽ കിടക്കുന്ന പാല്, മുലപ്പാല്, ആ കുട്ടിക്ക് കൊടുക്കാനുള്ള വാത്സല്യവും കരുണയും സ്നേഹവും ഉമ്മയുടെ മനസ്സിൽ അല്ലാഹു തആല ഇട്ട് കൊടുക്കണം. നിങ്ങൾ നോക്ക്, ചെറിയ കുട്ടിയോടുള്ള കരുണ, വാത്സല്യം, സ്നേഹമാണ്. ഇങ്ങനെ ഏത് വിഷയമെടുത്ത് പരിശോധിച്ചു നോക്കുകയാണെങ്കിലും സുബ്ഹാനല്ലാഹ്, പശുവാകട്ടെ, ആടാവട്ടെ, എരുമയാകട്ടെ, അതിന്റെ അകിട്ടിൽ ചെന്നിട്ട് പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളോട്, ആ കുഞ്ഞുങ്ങളോട് ആ കരുണയില്ലെങ്കിൽ ഒരു തുള്ളി പാല് പോലും ആ പശുക്കുട്ടിക്കോ അല്ലെങ്കിൽ ആട്ടിൻകുട്ടിക്കോ അല്ലെങ്കിൽ എരുമക്കുട്ടിക്കോ കിട്ടുകയില്ല, അത് ചത്തുപോകും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പശുവിന്റെ മനസ്സില്, ആ എരുമയുടെ മനസ്സില്, ആടിന്റെ മനസ്സില് അല്ലാഹു തആല കാരുണ്യമിട്ട് കൊടുത്തു. ഈ കരുണയിടുന്നവൻ ആരാണ്? അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ്. ആ റബ്ബിന്റെ പേര് തന്നെ റഹ്മാനാണ്, റഹീമാണ്. സുബ്ഹാനല്ലാഹ്, റഹീമായ റബ്ബ്, പടച്ച റബ്ബിന്റെ കാരുണ്യം അടിമകളായ നമുക്ക് സദാ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് മനസ്സിലാകുന്ന വിധത്തിലും മനസ്സിലാകാത്ത വിധത്തിലും. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നോക്ക്, മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു തആല വലിയ മഹാനാണ്, വലിയ സൂഫി ചക്രവാള സീമയിൽ കത്തിജ്വലിക്കുന്ന പ്രൗജ്വല താരമാണ്. ആ മഹാനവറുകള് തന്റെ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിലിരുന്നു കൊണ്ട് അതാ റൊട്ടി കഴിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു കാക്ക വന്ന്, ഒരു പക്ഷി വന്ന് തന്റെ കയ്യിൽ നിന്ന് റൊട്ടി കഷ്ടം അതാ തന്റെ ചുണ്ട് കൊണ്ട് കൊത്തിയെടുത്ത് കൊണ്ടുപോവുകയാണ്. ദിവസങ്ങൾ അതാ ഇത് നടന്നു. മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു തആല സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം അതാ തീരുമാനിച്ചു, ഈ പക്ഷിയുടെ പിന്നാലെ തന്റെ കുതിരയെ ഒന്ന് ഓടിക്കണം. എങ്ങോട്ടാണ് ഈ പക്ഷി ദിവസവും ഒരേ സമയം വന്നിട്ട് അതാ എന്ത് ചെയ്യുന്നു? ഈ റൊട്ടി കഷ്ടം എന്റെ കയ്യിൽ നിന്ന് കൊത്തിയെടുത്ത് സമയം തെറ്റാതെ, സ്ഥലം തെറ്റാതെ കൊണ്ടുപോകുന്നത് എവിടേക്കാ? തന്റെ കുതിരയാകാ കുതിരപ്പുറത്ത് കയറിയിരുന്നു. കാക്ക പോകുന്ന സ്ഥലത്തേക്ക്, പക്ഷി പോകുന്ന സ്ഥലത്തേക്ക് ആ കുതിരയെ ഓടിക്കുകയാണ്. ആ കാക്ക പോയിട്ട് ഒരു മരം ചെരുവിൽ നിൽക്കുകയാണ്. ഒരു മലം ചെരുവിൽ നിൽക്കുകയാണ്. ആ കാക്ക എന്ത് ചെയ്യുന്നു? പക്ഷി എന്ത് ചെയ്യുന്നു? അതാ ഒരു മനുഷ്യ ശരീരം അവിടെ കിടക്കുന്നുണ്ട്. ഒരു ആ മലം
മലഞ്ചെരുവിൽ കിടക്കുകയാണ്. ആ മനുഷ്യ ശരീരത്തെ ഒരു മലഞ്ചെരുവിൽ അതാ ഒരു മരത്തിനോട് കെട്ടിയിട്ടിരിക്കുകയാണ്. ആ മനുഷ്യ ശരീരത്തിന്റെ വായയിലേക്ക് റൊട്ടിക്കഷ്ടം ഈ പക്ഷി വെച്ചു കൊടുക്കുന്ന രംഗം ബഹുമാനപ്പെട്ട ഇബ്രാഹിം റളിയല്ലാഹു തആല കാണുകയാണ്. എന്റെ നേത്രങ്ങളെ കൊണ്ട് കാണുകയാണ്. ഇബ്രാഹിം റളിയല്ലാഹു തആല സുബ്ഹാനല്ലാഹ് ആ പക്ഷി പോയിട്ട് ചുണ്ടുകളിൽ വെള്ളം അതാ എടുത്തുകൊണ്ട് വന്നിട്ട് വെള്ളവും ആ ചുണ്ടിൽ നിന്ന് ഓരോ തുള്ളിയായി വായയിലേക്ക് വെച്ചു കൊടുക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പക്ഷി അങ്ങോട്ട് പോവുകയാ. ഇബ്രാഹിമിന് ആ മനുഷ്യന്റെ അരികത്തേക്ക് ചെല്ലുകയാണ്. നിങ്ങളാരാണ്? അന അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. വസാറലി സബ്അത അയ്യാമിൻ കുല്ല യൗമിൻ യജിഉൽ ഖുറാബ്, 7 ദിവസമായി ഞാൻ ഈ മരത്തിന്റെ മരത്തിൽ കെട്ടിയിട്ട നിലയിൽ എനിക്കതാ കൈകാലുകൾ മുറിക്കപ്പെട്ടു പോയി. എന്റെ എല്ലാം നശിച്ചു പോയി. എന്നെ കൊള്ളയടിച്ചവരാണ്. എന്നെ കൊള്ള സംഘം കൊള്ളയടിച്ചു. എന്റെ എല്ലാ വസ്തുക്കളും അവര് കൊണ്ടുപോയി. അവസാനം എന്നെ ഈ മരത്തിന്റെ മുകളിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഭക്ഷണമില്ല, വെള്ളമില്ല. ഞാൻ രാജാവായ റബ്ബിനെ വിളിച്ചു. ആ വിളിക്ക് റബ്ബ് ഉത്തരം നൽകി. എന്റെ 7 ദിവസമായി ഒരു പക്ഷി വന്നിട്ട് എന്റെ നെഞ്ചത്ത് വന്നിരിക്കോ. എന്നിട്ട് പറയാണ്, എന്റെ വയസ്സിൽ എന്റെ നെഞ്ചത്ത് വന്നിരുന്നിട്ട് പത്തിരി കഷ്ടം കഷ്ടമായി എന്റെ വായിലേക്ക് ഇട്ട് തരും. എന്റെ വായിലേക്ക് വെച്ച് തരും. ഈ ദിവസങ്ങളൊക്കെ എനിക്ക് വിശന്നിട്ടില്ല. എന്റെ വിശപ്പ് തീർക്കാൻ ഈ പക്ഷിയുണ്ടായിരുന്നു. ഈ പക്ഷിയുണ്ടായിരുന്നു. ബൽഖയിലെ ഇബ്രാഹിം രാഷ്ട്രം വിട്ടവർ കരിമരം പുതച്ചിടുന്നേ. ഫഖീറിൻ പത്തിരി കണ്ട് തൽബുദം കോറിയ റളിയല്ലാഹ്, ഫഖീറായി ലോകം ചുറ്റി നടന്നവർ ബഹുമാനപ്പെട്ട ഇബ്രാഹിമിന് രാജാവായ റബ്ബിന്റെ കരുണ കണ്ടിട്ട് നിങ്ങൾ നോക്കൊരു മനുഷ്യനല്ലല്ലോ ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്, ആരാരും സഹായിക്കാനില്ലാത്ത, ആരാരും എത്തിപ്പെടാനില്ലാത്ത മരുഭൂമിയുടെ താഴ്വാരത്ത്, മലഞ്ചെരുവിയുടെ താഴ്വാരത്ത് അതേ മരണത്തോട് മല്ലടിക്കുന്ന മനുഷ്യർ രാജാവായ റബ്ബിന്റെ റഹ്മത്തിനെ ചോദിച്ചപ്പോൾ ഒരു കാക്കയുടെ ചുണ്ടിലൂടെ ഭക്ഷണം നൽകിയ റബ്ബ്, ഒരു കാക്കയുടെ ചുണ്ടിലൂടെ വെള്ളം നൽകിയ റബ്ബ് അല്ലാഹ്. ومن يتق الله يجعل له مخرجا, ആരെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ, അല്ലാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ അവനിക്ക് അല്ലാഹ് മതിയല്ലോ, അവനിക്ക് അല്ലാഹ് മതിയല്ലോ. അവൻ വിചാരിക്കാത്ത മാർഗത്തിലൂടെ അവന് വെള്ളമെത്തിക്കും, അവന് ഭക്ഷണമെത്തിക്കും, അവനെ എല്ലാം എത്തിക്കുമല്ലോ. പുരപ്പണി തീരുകയില്ലെന്ന് കണ്ടിട്ട്, വീടിന്റെ പണി എങ്ങനെ തീർക്കുമെന്ന് കണ്ടിട്ട് അവസാനം ലോൺ എടുക്കണ്ട ഉമ്മ, ലോണിലേക്ക് പായണ്ട ഉമ്മ. അല്ലാഹ് റഹ്മാനാണ്, അല്ലാഹ് റഹീമാണ്. നിങ്ങളൊരു
10 പവന്റെ സ്വർണം നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അത് ബാങ്കിൽ കൊണ്ടുപോയി പണയം വെച്ച് പലിശ കൊടുക്കുന്നത് എന്തിനാ ഉമ്മ? അല്ല കാരുണ്യവാനല്ലേ, അല്ല റഹ്മാനല്ലേ, അല്ല റഹീമല്ലേ. ആ 10 പവന്റെ സ്വർണ്ണമങ്ങ് വിറ്റിട്ട് അതിന്റെ പൈസ കൊണ്ട് വീടിന്റെ പണി തീർത്തിട്ട് റബ്ബ് ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും വഴിയിലൂടെ നിങ്ങൾക്കൊരു 10 പവന്റെ സ്വർണം തരാൻ റബ്ബ് മതിയായവനല്ലേ, റബ്ബ് മതിയായവനല്ലേ. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ. നിങ്ങൾ നോക്ക്, ആരാരും കാണാത്ത സ്ഥലത്ത് അതേ മരത്തിൽ കെട്ടിയിട്ട മനുഷ്യനിക്ക് അതേ കാക്കയുടെ ചുണ്ടിലൂടെ ഭക്ഷണം കൊടുത്ത റബ്ബ് എത്ര റഹ്മാൻ